ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനുമ്പായിട്ട് ആരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മുടെ സച്ചി പറഞ്ഞു, ആരതി ഒഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് കയറിയാൽ മതി, ഏതായാലും വലിയൊരു യുദ്ധപ്പുറപ്പാട് കഴിഞ്ഞിട്ടൊക്കെ വന്നതല്ലേ, അപ്പൊ പിന്നെ ആരതി ഒഴിയാതെ കയറണ്ടെന്നൊക്കെ പറഞ്ഞു. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ആരതി ഒന്നും വേണ്ട, ഞാൻ അങ്ങ് കയറിക്കോളാന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ വലതുകാല് വെച്ച് അകത്ത് കയറിക്കോളാൻ പറഞ്ഞതുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങനെ പറഞ്ഞതുകൊണ്ട് വലതുകാല് വെച്ചാൽ ശരിയാവും. അപ്പൊ ചന്ദ്ര എന്ത് ചെയ്യുന്നു, ചന്ദ്ര ഇടതുകാല് വെച്ച് അകത്ത് കയറുന്നത് എന്ത് കോപ്പെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ ശ്രുതിക്ക് ഒരു എത്തും കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ചന്ദ്ര തിരിച്ചെത്തിയത്? ശ്രുതിക്ക് ഭയങ്കര സംശയം. അല്ല, നമ്മുടെ ചന്ദ്ര തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര പെട്ടെന്ന് തിരിച്ചു വന്നത് എന്തായിരിക്കും? ആകെപ്പാടെ സംശയത്തിന്റെ കണ്ണിൽ ചന്ദ്രയാണ് ചന്ദ്രനെ നോക്കുന്നത്. ഏതായാലും രവീന്ദ്രൻ പറഞ്ഞു, ബാ ചന്ദ്രൻ നീ ഇവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞു. രവീന്ദ്രൻ ഇരിക്കാൻ പറഞ്ഞത് ചന്ദ്ര ഇരുന്നു. അല്ല, എന്ത് പറ്റി നീ ഇങ്ങോട്ടേക്ക് വന്നത്? നിനക്ക് കുറെ നിർബന്ധങ്ങളും പിടിവാശിയൊക്കെ ഉണ്ടായിരുന്നില്ല, പിന്നെ നീനൊക്കെ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ വേറെ ഒന്നുമല്ല, ഈ പൂക്കാരിയുടെ കുടുംബം കൂടെ വന്ന് കാല് പിടിച്ച് പറഞ്ഞപ്പോ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പൊ പൂക്കാരിയുടെ കുടുംബം. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, അത് പിന്നെ അച്ഛാ ഞാനും അമ്മയൊക്കെ ചെന്നായിരുന്നു. അമ്മ കാരണമല്ലേ ശരത്ത് ഇപ്പം ജയിലിൽ പോകാതെ അവന്റെ ഭാവിയൊക്കെ ഇപ്പം സുരക്ഷിതത്വമായിട്ട് നിൽക്കുന്നത്, അത് അമ്മ കാരണമാണ്. അപ്പൊ അമ്മയോട് നന്ദി പറയാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും അച്ഛന്റെ ഈ വിഷമം കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിച്ചില്ല, അതുകൊണ്ട് അമ്മയോട് വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ കാല് പിടിച്ച് പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഇവള് കാല് പിടിച്ചിട്ടൊന്നും അല്ല ഞാനിങ്ങോട്ട് വന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ല നിങ്ങൾ പോകുന്നില്ലേ? അല്ല നിങ്ങള് അങ്ങ് അമ്മയുടെ അടുത്ത് പോവാന്നൊക്കെ പറഞ്ഞിട്ട്, ആരമ്മയുടെ അടുത്ത് പോവന്ന്? എപ്പ അമ്മയുടെ അടുത്ത് പോവാന്ന്? അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അവിടെ കയറി ഇടപെടുകയാണ്. അത് പിന്നെ അച്ഛൻ പറഞ്ഞില്ലായിരുന്നോ ആ അമ്മയുടെ അടുത്ത് പോകുന്ന കാര്യം? അല്ല അച്ഛൻ ഓർക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക്, ഞാനോ എന്താ എങ്ങനെ? അത് പിന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. ഏതായാലും നമ്മുടെ സച്ചി അത് കണ്ണടച്ച് രവീന്ദ്രനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് സീനുകളൊക്കെയാണ്. അപ്പോഴും സംശയം നിൽക്കുന്നത് നമ്മുടെ ശ്രുതിക്ക് തന്നെയാണ്. ശ്രുതിക്ക് അങ്ങ് ഒരു എത്തുമ്പോഴേയും കിട്ടില്ല, ഇതെന്താ ഇതിന് കാരണം, എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി നമ്മുടെ ശ്രുതി അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ചന്ദ്ര വീഴുന്ന ആളല്ല. ചന്ദ്ര അത്ര പെട്ടെന്നൊന്നും വീഴത്തുമില്ല എന്ന് നന്നായിട്ട് നമ്മുടെ ശ്രുതിക്ക് അറിയാം. അപ്പൊ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അല്ലെങ്കിലും എനിക്ക് അദ്ദേഹത്തെ കാണാതെ ഇരിക്കാൻ പറ്റത്തില്ലെന്ന് അറിയത്തില്ലേ, എനിക്ക് അതുകൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നത് രവിയേട്ടാന്ന് പറഞ്ഞ് രവിയേട്ടനെ കുറച്ച് സോപ്പൊക്കെ ഇടുന്നുണ്ട്, നമ്മുടെ രവീന്ദ്രനെ കുറച്ച് സോപ്പൊക്കെ ഇട്ട് പതപ്പിക്കുന്നൊക്കെ ഉണ്ട്. മാത്രമല്ല ഡിവോഴ്സിന്റെ കാര്യം അവിടെ എടുത്തു പറയുന്നുണ്ട്, നിങ്ങൾ വേറെ കല്യാണം കഴിക്കുന്ന. സച്ചി അതൊക്കെ ഇടപെട്ടൊന്ന് എന്താ പറയാ വലിയ സെറ്റപ്പ് ഒക്കെ ആക്കി എടുക്കുകയാണ്. വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ, തട്ടുമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ പറഞ്ഞ് സോൾവ് ചെയ്ത് അച്ഛനെ അമ്മയും ഒരുമിപ്പിക്കുകയാണ്. എങ്കിലും ഒരു സമാധാനം ഇല്ലാട്ടോ നമ്മുടെ ചന്ദ്രയ്ക്ക്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ആന്റണീനെയും അതുപോലെ തന്നെ നവീൻദാസിനെയും കാണിക്കുന്നുണ്ട്. അപ്പൊ ആന്റണി നവീൻദാസ് ഭയങ്കര പ്ലാനിങ്ങിലാണ്. 2 ലക്ഷം രൂപ വേണമല്ലോ. അതിനിടയ്ക്ക് ശ്രുതിനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നവീൻദാസ് പറഞ്ഞു, ആന്റണി വെറുതെ, അവള് മഹാ ഫ്രോഡ്, അവള് നമ്മൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല, അവള് പൈസ തരാന്നൊക്കെ പറയുള്ളൂ, അവള് വെറും പറ്റിക്കാനായിട്ട് ഇരിക്കുന്ന, അവള് വെറും ഫ്രോഡ്, അതൊന്നും മനസ്സിലാക്കാൻ പറഞ്ഞപ്പോ, ഫ്രോഡൊക്കെ ആയിരിക്കാം, എങ്കിലും പൈസ മേടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം, ഞാൻ പൈസ മേടിച്ചെടുത്തോളാം, അത് നന്നായിട്ട് എനിക്കറിയാം, എങ്ങനെ മേടിച്ചെടുക്കണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്നാ പിന്നെ ഞാനൊരു സിനിമയൊക്കെ കണ്ടിട്ട് വരാം, ഇവിടെ ഇരുന്ന് ഭയങ്കര ബോറാ എന്റെ ആന്റണി, ഞാനൊന്ന് പുറത്ത് പോക്കോട്ടെ എന്ന് വെച്ചപ്പോ, അയ്യാട്ടാ ബോറാണെങ്കിൽ ഇവിടെ ഇരുന്നാൽ മതി, അതെ സിനിമയൊന്നും ഇപ്പൊ കാണണ്ട, തൽക്കാലം 2 ദിവസം കൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം, പോ റൂമിൽ പോയിരുന്നോ, ഭക്ഷണം കറക്റ്റ് സമയത്ത് എത്തുന്നുണ്ടല്ലോ. ആദ്യം പിന്നെ എനിക്ക് ഈ ഭക്ഷണം ഒന്നും പോലെ, എനിക്കൊരു ബിരിയാണിയൊക്കെ കഴിച്ച് എനിക്കൊരു സദ്യയൊക്കെ കഴിക്കണം എന്ന് പറയുമ്പോ, സദ്യയും ബിരിയാണിയും ഒക്കെ നമുക്ക് കഴിക്കാന്നേ, അതിനുള്ള അവസരം നമുക്ക് കിട്ടുന്നേ. ഇപ്പം നവീൻദാസെ നീ പോ, ഇല്ലെങ്കിൽ ആന്റണിയുടെ കൈക്ക് നീ പണി ഉണ്ടാക്കുവേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നവീൻദാസ് പോവാന്ന് പറഞ്ഞ് നവീൻദാസ് കയറി അങ്ങ് പോവാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സംശയവും കാര്യങ്ങളും. അങ്ങനെ മീരയോട് സംസാരിക്കുന്നു, എന്താണെന്ന് അറിയത്തില്ലല്ലോ, എന്തായിരിക്കും കാരണം, എന്തുകൊണ്ടാണ് എന്റെ അമ്മായിയമ്മ ഇങ്ങനെ ചെയ്തത്, അതിലെന്തോ അതിന്റെ പിന്നിലുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് മീര നമ്മുടെ സച്ചിനെ രേവതിനെ സപ്പോർട്ട് ചെയ്തിട്ട്, ഏതായാലും സച്ചിനെ കൂടി ഇതൊക്കെ സാധിച്ചല്ലോ, സച്ചി രേവതി ഒത്തുനിന്ന് എന്താ സാധിക്കാൻ പറ്റാത്തത്, അവര് എന്താ സൂപ്പർ കപ്പിൾസ് അല്ലേ, അവര് ബെസ്റ്റ് കപ്പിൾസ് അല്ലേ, അവർക്ക് അവാർഡ് വരെ കിട്ടിയതല്ലേ, വെറുതെ അല്ലാതെ അവർക്ക് അവാർഡ് കിട്ടുന്നത്. മീരെ നീ എന്റെ സൈഡാണോ നിൽക്കുന്നത് അതോ അവരുടെ സൈഡാണോ നിൽക്കുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്റെ സൈഡ് നിന്നാ മതി കേട്ടോ മീരെ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക്, നിന്റെ സൈഡൊക്കെ തന്നെയാണ് ഞാന്, പക്ഷേ പറയാതിരിക്കാൻ വയ്യല്ലോടി, എനിക്കേ അവരെ ഭയങ്കര ഇഷ്ടാ, അവര് സൂപ്പറാടി,
മാത്രമല്ല അവരുടെ ആ ഒരു സംസാരവും അവരുടെ ആ ഒരു റൊമാൻസ് ഒക്കെ കാണണം. ഓ, ഇന്ന് ഭയങ്കര റൊമാൻസ് ആയിരിക്കും രണ്ടും. കാരണം രേവതി സച്ചി രേവതിയുടെ കുടുംബത്തെ രക്ഷിച്ചില്ലേ, അഭിമാനം കാത്ത് സംരക്ഷിച്ചില്ലേ, അപ്പൊ പിന്നെ ഭയങ്കര സ്നേഹമായിരിക്കും. അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാ. രണ്ടുപേര് നല്ല സൂപ്പർ ജോഡികളല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ നിർത്തുന്നുണ്ടോ നീ? കുറെ നേരമായി ഗണ 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 ഗണ. നീ എന്റെ കൂട്ടുകാരിയാ, അല്ലാതെ നീ അവരുടെ ആരും അല്ലല്ലോ, നീ മിണ്ടാതിരിക്കടി എന്ന് പറഞ്ഞ് നമ്മുടെ മീരയുടെ വായൊക്കെ അടപ്പിക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് ശ്രുതിക്ക് ഒരു സമാധാനമുണ്ട്. ശ്രുതി എന്താണ് ചെയ്യുന്നത്? ശ്രുതി നേരെ വെച്ചടിച്ച് നമ്മുടെ ഭാമയുടെ അടുത്തേക്ക് പോവാണ്. കാരണം ഭാമയ്ക്ക് എന്തെങ്കിലുമൊക്കെ അറിയാതിരിക്കാം. നമ്മുടെ ശ്രുതിക്ക് അറിയാലോ, നമ്മുടെ ചന്ദ്രയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരി, അങ്ങനെ കണ്ടല്ലേ പറയുന്നത്. അപ്പം ആ സാധനമാണ് നമ്മുടെ ഭാമ എന്ന് അറിയാലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഭാമയുടെ അടുത്ത് വിട്ടടിച്ച് ശ്രുതി പോവുകയാണ്. അങ്ങനെ ശ്രുതി ഭാമയുടെ അടുത്ത് ചെന്നു. ഭാമയുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഭാമ വാതിലൊക്കെ തുടങ്ങി, ഇതാരും ശ്രുതിമോളോ, കയറി വാ ശ്രുതിമോളെ, വന്നേ വന്നേ എന്നൊക്കെ പറഞ്ഞ് ഇനി അകത്തേക്ക് വിളിച്ചോണ്ട് പോവുകയാണ്. അപ്പം ശ്രുതി ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരുന്നു. അല്ല ഭാമയാന്റിക്ക് എന്തുണ്ട് വിശേഷം, സുഖമാണോ എന്ന് ചോദിച്ചപ്പോ അതെ എനിക്ക് സുഖം, മോളെ ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്, മോള് പണ്ട് ഇവിടെ സ്ഥിരം മസാജ് ചെയ്യാനൊക്കെ വരുമായിരുന്നല്ലോ, ഇപ്പം ചന്ദ്രയുടെ മരുമകളായ പിന്നെ നിനക്ക് ഇങ്ങോട്ട് വരാൻ മടിയാണല്ലേ, അതോ അവള് വിടാത്തതാണോ? ആന്റി വിടാഞ്ഞിട്ടൊന്നും അല്ല, എനിക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ, മാത്രമല്ല ബിസിനസിന്റെ കാര്യമൊക്കെ അറിയാലോ. ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ? സുദീപ്ക്ക് ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലെ? ഇപ്പൊ ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്, കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയാണ്. എന്നിട്ട് ശ്രുതി പറഞ്ഞു, ഏതായാലും ഞാൻ ഇവിടെ വരെ വന്നല്ലേ ആന്റീനെ കാണാനായിട്ട്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ആന്റി ഇവിടെ വന്നിരിക്കുന്ന മസാജ് ചെയ്ത് തരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാമയുടെ പെടലിയൊക്കെ പിടിച്ച് തിരിച്ച് മസാജ് ചെയ്ത് സോപ്പിട്ട് പതപ്പിച്ച് ഒരു വിധത്തിലാക്കി ഇങ്ങനെ നിർത്തി. എന്നിട്ട് ചോദിച്ചു, അല്ല ആന്റി, അന്ന് ഇവിടെ ആന്റി വന്നില്ലായിരുന്നു? എന്റെ അമ്മായിയമ്മ വന്നായിരുന്നു, അതിനിപ്പോ എന്താ മോളെ? അല്ല, എന്റെ അമ്മായിയമ്മ അങ്ങനെ പെട്ടെന്നൊന്നും വീഴുന്ന കൂട്ടത്തിലല്ലെന്ന് എനിക്ക് അറിയാം, അമ്മ എത്ര പെട്ടെന്നാ വീട്ടിലേക്ക് വന്നത്? ഭാമയാന്റിയുടെ കഴിവായിരിക്കില്ലേ, ഭാമയാന്റി ആയിരിക്കൂലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ കഴിവൊന്നുമല്ല, ഞാനൊന്നുമല്ല, അത് അന്ന് ശരത്തിനെ പോലീസ് പിടിക്കാതെ ഇരിക്കാൻ വേണ്ടി കേസൊക്കെ പിൻവലിച്ചല്ലോ, പിന്നെ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, ആ കേസ് പിൻവലിച്ചതേ എന്തിനാ? അല്ല, അങ്ങനെ കേസ് പിൻവലിക്കാൻ വഴിയില്ലല്ലോ, അതിന്റെ കാര്യം എന്താ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഭാമ പറഞ്ഞു, അത് പിന്നെ വക്കീല് കാരണം, വക്കീല് 2 ലക്ഷം രൂപ കൊടുത്തില്ലേ, പിന്നെ ആരാ മോളെ വീഴാത്തത്? 2 ലക്ഷം രൂപയോ? ആര്, വക്കീലോ? അതേന്നേ, 2 ലക്ഷം രൂപ നമ്മുടെ ചന്ദ്രയ്ക്ക് വക്കീല് കൊടുത്തു. ഓഹോ, അപ്പം ആ 2 ലക്ഷം രൂപ കിട്ടിയപ്പോഴാണല്ലേ ആന്റി കമന്ന് മൂക്കും കുത്തി വീണത്. അങ്ങനെയും പറയാം ശ്രുതി, ചന്ദ്രയ്ക്ക് പൈസ കിട്ടിയാ കഴിക്കുവോ? ഏതായാലും അവൻ ജയിലിൽ പോയത് കൊണ്ട് ചന്ദ്രയ്ക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, അതിലും ഭേദം 2 ലക്ഷം രൂപ കിട്ടിയ വൻ ലാഭമല്ലേ. ആന്റി ഈ പറയുന്നൊന്നും എനിക്ക് അത്രയ്ക്ക് വിശ്വാസമൊന്നും ആവുന്നില്ല. അങ്ങനെയൊന്നും ആകാൻ വഴിയില്ല, അങ്ങനെ ആന്റി പൈസയിൽ വീഴുന്ന ആളൊന്നും അല്ലാന്ന് പറയപ്പോ ആര് പറഞ്ഞു നിനക്ക് വിശ്വാസം ആകുന്നില്ലേ? നിനക്ക് വിശ്വാസം ആകുന്നില്ലെങ്കിൽ ഈ ഭാമ കാണിച്ചു തരാം, നിനക്ക് വിശ്വാസം ആകുന്നേ, നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. റൂമിലത്തെ അലമാരയിലാണല്ലോ നമ്മുടെ ചന്ദ്ര പൈസ സൂക്ഷിക്കാൻ വേണ്ടി ഭാമയുടെ കൈ കൊടുത്തത്. അപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ചെന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ശ്രുതി ആ താക്കോൽ ഇരിക്കുന്ന സ്ഥലം വരെ കാണിച്ചു കൊടുത്തിട്ടാണ് മറ്റേ ഡോറ്, അലമാരയുടെ ആ ഒരു ഡോറ് തുറക്കുന്നത്. അങ്ങനെ കീ എടുത്തിട്ട് അലമാരയുടെ ഡോറ് പതിയെ അങ്ങ് തുറന്നിട്ട് ഇത് കണ്ടോ, 2 ലക്ഷം രൂപ, ഇത് മാമിക്ക് വക്കീല് കൊടുത്തതാ എന്നിങ്ങനെ പറഞ്ഞ് ഇതങ്ങ് കാണിച്ചു. അയ്യോ, പിന്നെ പറയാനുണ്ടോ, ചന്ദ്രയ്ക്കെല്ലാം ശ്രുതിക്ക് അപ്പോഴാണ് വിശ്വാസമായത്. മാത്രമല്ല ഈ 2 ലക്ഷം രൂപ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര അത്യാവശ്യമായിട്ട് നിൽക്കുന്ന സമയമാണ്. കാരണം പോലീസ് നമ്മുടെ ശ്രുതിയെ പിടിക്കാതിരിക്കണമെങ്കിൽ, നവീൻ ദാസിനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കണമെങ്കിൽ ആന്റണി പറഞ്ഞിരിക്കുന്നത് 2 ലക്ഷം രൂപ കൊടുക്കാനാണ്. ഈ 2 ലക്ഷം രൂപയ്ക്ക് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പൊ ശ്രുതിയുടെ കണ്ണിൽ ഈ 2 ലക്ഷം രൂപ പെട്ടുകഴിഞ്ഞാൽ ശ്രുതിക്ക് കഴിക്കുവോ? ഇല്ലല്ലോ. ശ്രുതിക്ക് അതെടുത്തോണ്ട് പോയാൽ സുഖമല്ലേ, ശ്രുതിക്ക് കഷ്ടപ്പെടാതെ കൈ നനയാതെ മീൻ പിടിക്കത്തില്ലേ. അപ്പൊ അതുകൊണ്ട് ശ്രുതി ആ 2 ലക്ഷം രൂപ ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഫോക്കസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഏതായാലും ആ 2 ലക്ഷം രൂപ നമ്മുടെ ചന്ദ്ര എടുത്തുടനെ വീട്ടിൽ കൊണ്ടുവരും. ഭാമയുടെ അടുത്തൊന്നും തട്ടിക്കൊണ്ടു പോകാനായിട്ടൊന്നും നമ്മുടെ ശ്രുതിക്ക് പറ്റത്തില്ല. ഏതായാലും ചന്ദ്രോദയത്ത് ആ 2 ലക്ഷം രൂപ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിക്ക് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് തട്ടിയെടുക്കാനായിട്ട് സാധിക്കുമല്ലോ.
ഏതായാലും അങ്ങനെ കുറച്ച് സീനുകളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കുറച്ച് റൊമാൻസ് ഒക്കെ ഉണ്ട്. രേവതിയും സച്ചി ഇങ്ങനെ ആകാശത്തേക്കൊക്കെ നോക്കി ഇങ്ങനെ കിടക്കാണ് കേട്ടോ, നക്ഷത്രങ്ങളൊക്കെ എണ്ണി. പണ്ട് കുറെ റൊമാൻസ് ഒക്കെ കാണിക്കുമായിരുന്നല്ലോ, ഇപ്പൊ കുറച്ച് റൊമാൻസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ ആകാശത്തേക്ക് ഇങ്ങനെ നക്ഷത്രങ്ങളൊക്കെ എണ്ണി ഇങ്ങനെ നോക്കി കിടക്കുന്ന അടിപൊളി റൊമാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഒത്തിരി നാളായില്ല റൊമാൻസ് ഒക്കെ കണ്ട് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും. അപ്പം ഏകദേശം ഞാൻ അത്യാവശ്യം കുറച്ച് സീനുകളൊക്കെ പറഞ്ഞു നിർത്തുന്നുണ്ട്. നാളെ നമുക്ക് ഈ സീനുകളൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്. ഈ സീനുകളൊക്കെയാണ് വരുന്നത്. പിന്നെ എന്തെങ്കിലും കുറയുവോ കൂടുവോ എന്നൊന്നും കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഏകദേശം നാളെ വരുന്ന ആ ഒരു 3-4 സീനുകളെ പറയാറുള്ളൂ. ചില ദിവസം 2 സീനൊക്കെ കാണിക്കാറുള്ളൂ. ചിലപ്പോൾ നമ്മൾ പറയുന്നത് വരെ നിൽക്കത്തില്ല, അത്രയും വരെ എത്തത്തില്ല. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ കേട്ടോ. നമ്മൾ ഇടയ്ക്ക് പത്രമാറ്റ് ചെയ്യുന്നുണ്ട്. ഡെയിലി നമ്മൾ പത്രമാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് പത്രമാറ്റ് ചെയ്യാതിരിക്കുന്നത്. അപ്പം ഏതായാലും നാളെ നമ്മൾ പത്രമാറ്റ് ഇടുന്നുണ്ടേ, മറക്കാതെ എല്ലാവരും വന്ന് കയറി കാണണം കേട്ടോ. ഇപ്പൊ സ്ഥിരമായിട്ട് നമ്മൾ പത്രമാറ്റ് ഇടാത്തതുകൊണ്ട് പത്രമാറ്റിന്റെ വ്യൂസും കുറവാണ്. അപ്പം എല്ലാവരും കാത്തിരിക്കുക. ഇനിയിപ്പോ വെക്കേഷൻ ഒക്കെ അല്ലേ, അപ്പൊ നമുക്ക് തിരക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി വീഡിയോ ഇടാനും അതുപോലെ തന്നെ കൂടുതൽ വീഡിയോ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ കുറെ പേര് ചോദിക്കുന്നുണ്ട്, ഈ പുഴയും കടന്ന് ചെയ്യാമോ, കാറ്റത്തെ കിളിക്കൂടി ചെയ്യാമോ. കാറ്റത്തെ കിളിക്കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്, റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മൗനരാഗമൊക്കെ നമുക്ക് അന്നേ ടച്ച് വിട്ടുപോയതാണ്. നമ്മൾ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു, ഇപ്പൊ നമ്മൾ ചെയ്യാറില്ല. കഥ ഇങ്ങനെ നീണ്ടു പോകുന്നതുകൊണ്ടാട്ടോ ചെയ്യാത്തത്. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അലീനയുടെ ഫുൾ എപ്പിസോഡും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്രമോ എപ്പിസോഡും ചെയ്യുന്നുണ്ട്, അപ്കമിങ് വിശേഷവും ചെയ്യുന്നുണ്ട്. അപ്പം അതിനായിട്ട് നിങ്ങൾ നമ്മുടെ റിയൽ സ്റ്റോറി എന്ന് പറയുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. റിയൽ സ്റ്റോറി ഇത് നിങ്ങൾ അടിച്ചു കൊടുത്തിട്ട് അതിന്റെ കൂടെ നമ്മുടെ മഴത്തോരു മുമ്പേ എന്നും കൂടി ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് അതിനകത്ത് വരും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. നമ്മൾ ഡെയിലി ഫുൾ വിശേഷവും ഇടുന്നുണ്ട്, പ്രമോ വിശേഷവും ഇടുന്നുണ്ട്. അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടമുള്ളവര് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് ആസ്വദിക്കാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പിന്നെ നിങ്ങൾ ആ ഒരു ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡെയിലി നമ്മൾ ഇടുന്ന ആ ഒരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തും കേട്ടോ. അതിനോടൊപ്പം ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.